എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിന്റെ മക്കളുടെ കാര്യം പിന്നെ നിന്നെയല്ലാതെ ആരെ അറിയിക്കുന്നത്? അച്ഛൻ ചോദിച്ചു. അവരതിനൊന്ന് ചിരിച്ചു. എനിക്ക് നിങ്ങളുടെ കല്യാണം ഒന്നിച്ച് നടത്തണം, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. ആദ്യം ഇവരുടെ നടക്കട്ടെ, എൻ്റെ വിവാഹം പിന്നീട് മതി, പ്രിയ പറഞ്ഞു. അത് പറഞ്ഞാൽ ശരിയാവില്ല. നീ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അമ്മയായ എനിക്കും വിഷമമുണ്ട്. അതിന് എൻ്റെ ഇഷ്ടം നടന്നില്ലെന്ന് കരുതി എന്നും ഞാനിങ്ങനെ നിൽക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ മനസ്സിന് യോജിച്ച ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ മാത്രമേ ഇനിയൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുള്ളൂ. ആരുടെയും വാക്കേട്ട് ഇനി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മോളെ, ഞാൻ നിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സുമതി ചോദിച്ചതും പ്രിയ അവരെ തുറിച്ചു നോക്കിയതും സുമതി വായടച്ചു. സുമേ, അവൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ആരും അവളെ നിർബന്ധിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ വന്ന ഇവിടെ കല്യാണക്കാര്യം പറയാൻ വേണ്ടിയാ. ഇന്നലെ ബ്രോക്കർ രാഘവനെ ഞാൻ ടൗണിൽ വെച്ച് കണ്ടു. അയാളുടെ കയ്യിൽ ഒരുപാട് ആലോചന ഉണ്ടെന്നാ പറഞ്ഞ്. ഇവൾക്ക് പറ്റിയ കുറച്ച് പയ്യന്മാരുടെ ഫോട്ടോ ഞാൻ അയാളിൽ നിന്ന് വാങ്ങി. അതിന് ഇവൾക്ക് ഇഷ്ടമുള്ളതൊന്ന് സെലക്ട് ചെയ്യട്ടെ. പയ്യന്മാരെല്ലാം ഒന്നിനൊന്ന് മെച്ചം. കുടുംബാണ് ഈ പറയേ വേണ്ടെന്നാ രാഘവൻ പറഞ്ഞ്. അമ്മയോട് ആരാ പറഞ്ഞ ഈ കല്യാണം നോക്കാൻ? ഞാനിവിടെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്നല്ലോ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കായി ഇതെടുത്തോണ്ട് പോയി. ഞാനെന്റെ തീരുമാനത്തിൽ നിന്ന് മാറും നമുക്ക് കരുതണ്ട. ആന്റി, അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വെറുതെ നിർബന്ധിക്കണ്ട. അതിനു വേണ്ടിയുള്ള പ്രായം അവൾക്ക് ആയില്ലല്ലോ. കുറച്ചുകൂടി സമയം കൊടുക്കുക അവൾക്ക്. വിവാഹം എന്നൊക്കെ എടുപിടി നടത്തേണ്ട ഒന്നല്ലല്ലോ. പയ്യൻ ആരായാലും അയാളായിട്ട് അവൾക്ക് ജീവിക്കാനാവുന്നു. അയാളുടെ സ്വഭാവമൊക്കെ അവൾ അറിയുന്നത് നല്ലതാ. അതുകൊണ്ട് അവളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. അപ്പൊ നമുക്ക് അന്വേഷിച്ചാൽ പോരെ? ആരെന്ന് പറഞ്ഞു സുമതി പ്രിയയെ നോക്കി. അവൾ അടുക്കില്ലെന്ന ഭാഗത്തിൽ തന്നെ നിൽക്കുകയാണ്. ഞാനായിട്ട് ഇനി ആരുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നില്ല. അതാണ് ഇവൾക്ക് താല്പര്യം, അങ്ങനെ ആയിക്കോട്ടെ. സുമതി പറഞ്ഞു. പ്രിയ സമാധാനത്തോടെ അവരെ നോക്കി. അപ്പൊ നന്ദുവിനെ ലച്ചുവിനെ കൊണ്ട് കെട്ടിക്കാൻ തന്നെയാ നിങ്ങളുടെ തീരുമാനമല്ലേ? അതിനെന്താ ഒരു സംശയം? അത് നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പൊ അവർക്ക് പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് വീട്ടുകാർ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിന് ഇവളുടെ വീട്ടിലെന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നല്ലേ പറഞ്ഞ്, പിന്നെ എങ്ങനെ പോയി സംസാരിക്കാനാ? സുമതി പറഞ്ഞു. ലച്ചതോർത്ത് ആനന്ദിനെ നോക്കി. അങ്ങനെയാണെങ്കിൽ ഇനിയും വൈകില്ലേ ആദിയുടെയും കാവ്യയുടെയും വിവാഹം? അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. അമ്മ വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട. കുറച്ച് വൈകിയാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ആ സമയത്തിനുള്ളിൽ പ്രിയ കൂടിയുള്ള ശരിയായ അത് സന്തോഷമല്ലേ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. സുമതി നിരാശയോടെ ആനന്ദിനെ നോക്കി ദീർഘമായി നിശ്വസിച്ചു. എല്ലാവരും ഫുഡ് കഴിച്ച് റൂമിലേക്ക് പോയതും കാവ്യയും പ്രിയയും സുമതിക്കൊപ്പമായിരുന്നു. അമ്മയുടെ മാറ്റം വിശ്വസിക്കാമോ, അതോ ഇനിയും കൂടെ നിന്ന് വേദനിപ്പിക്കാനാണോ? വേണ്ട പ്രിയെ, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വന്നല്ല. നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാ ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞല്ല. ഇപ്പൊ നിനക്ക് ആഗ്രഹമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ മാത്രം ഇങ്ങനെ മാറി നിന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വന്നതാ. അപ്പൊ അമ്മയ്ക്ക് എല്ലാവരോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഇനി ദേഷ്യം തോന്നിയിട്ടൊക്കെ എന്ത് കാര്യം? എന്നാലും ഇപ്പോഴും എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. അമ്മ നന്നാവില്ലല്ലേ ഒരിക്കലും? അയ്യോ മോളെ, അങ്ങനെയൊന്നുമല്ല, വെറും ആഗ്രഹം മാത്രം. ഇത്രയും നാളാവൻ കെട്ടുന്നത് നിന്നെ തന്നെ ആയിരിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടുപോയില്ലേ, അല്ലാതെ അമ്മയുടെ മനസ്സിലൊന്നുമില്ല. സുമതി പറഞ്ഞു. പ്രിയ അതിനൊന്ന് മൂളി. രണ്ടുപേരും റൂമിലേക്ക് പോയതും സുമതി നടക്കാത്ത തന്നെ സ്വപ്നത്തെക്കുറിച്ച് വെറുതെ ഓർത്തു കിടന്നു. അച്ഛനമ്മയും വന്നിട്ട് കൂടി നമ്മുടെ കാര്യം അവരോട് പറയാൻ പറ്റിയില്ലല്ലോ ഏട്ടാ. ലച്ചു ആനന്ദിന്റെ തോളിൽ ചാരിയിരുന്നുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിന്റെ അച്ഛനും അമ്മ എന്നെ വേണ്ടെന്ന് വെച്ചാ നീ എന്നെ ഉപേക്ഷിച്ചു പോലെ ലച്ചു? അവൻ ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടൻ എന്താ ഈ പറയുന്നത്? എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയൊന്നും പറയില്ല. എൻ്റെ സന്തോഷം ഇഷ്ടം അവർക്ക് വലുത്. പിന്നെ ഇപ്പൊ ഏട്ടനോട് അവർക്കൊരു ഇഷ്ടം കൂടുതലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയും സമ്മതിക്കും. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലോ? എന്നാ അവരത് പറയില്ല നിന്നോട്? അമ്മ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഏട്ടനെ സ്നേഹം കണ്ടില്ലെന്ന് വെക്കരുതെന്ന്. എന്നിട്ടെന്നേ അന്ന് എനിക്ക് എന്നോട് ഇഷ്ടം തോന്നാഞ്ഞ്? ആര് പറഞ്ഞ് തോന്നിയില്ല എന്ന്? ഉള്ളിൽ ഏട്ടനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും വേദനിക്കേണ്ടി വരുമെന്ന് ഓർത്ത് ഞാൻ കൂടുതൽ ആലോചിക്കാമെന്നില്ലെന്ന് വേണം പറയാൻ. ഇപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയായി ലച്ചു. എൻ്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പൊക്കെ എനിക്കൊപ്പം ഉണ്ട്. അവർക്കൊപ്പം അവരെ സ്നേഹിക്കാൻ നിന്നെ എനിക്ക് കിട്ടി. ഇതിലും വലിയ സന്തോഷം മറ്റൊന്നുമില്ല ലച്ചു എനിക്ക്. ഏട്ടൻ മാത്രമല്ല, ഇങ്ങനെ വീട്ടിലേക്ക് വരാൻ കഴിയുന്ന എൻ്റെയും ഭാഗ്യ. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഓർക്കുമ്പോൾ ലച്ചു പൂർത്തിയാക്കാനാവാതെ കണ്ണു നിറച്ചവനെ നോക്കി. ഏയ്, താൻ കരയരുത്. നിന്റെ അച്ഛനും അമ്മയും എൻ്റെയും കൂടിയാണ്. അവരെയും സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. അവർക്കൊന്നും സംഭവിക്കില്ല. നീ ജീവിച്ച പോലെ സന്തോഷമായിട്ട് അവർക്കൊപ്പം ഇനിയും നിനക്ക് കഴിയാം. അതിന് തടസ്സം നിൽക്കുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. ഏട്ടാ വേണ്ട, അവരോടൊക്കെ പോയി ഏറ്റുമുട്ടി അവർ വെറുതെ വിടില്ല. എനിക്ക് പേടിയാട്ടോ. എൻ്റെ ജീവൻ ആപത്ത് വന്നാലും ഏട്ടൻ്റെ ജീവൻ ആപത്ത് വരുന്ന ഒന്നിനും ഞാൻ കൂട്ടു നിൽക്കില്ല. എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ആരെയും പേടിക്കുന്നുമില്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഒപ്പം നിന്റെ അച്ഛനും അമ്മയും നമ്മുടെ ഒപ്പം കാണും. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു അത് കേട്ട് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. ഇന്ന് തന്നെ പോണോ സുമേ? 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? കാലത്ത് തന്നെ സുമതി പോവാനിറങ്ങിയാണ്ട് അമ്മ ചോദിച്ചു. പോയിട്ട് ഇനിയും വരാലോ. ഒരുപാട് ദിവസം എവിടെയും താമസിക്കുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് കാവ്യ ഇങ്ങോട്ട് കെട്ടിച്ചയക്കുമ്പോൾ. ഇത്രയും നാൾ അങ്ങനെ ഒരു ഓർമ്മ ആയിരിക്കില്ലായിരുന്നോ? ആര്യ ചോദിച്ച അമ്മ അവിടെ നോക്കി കണ്ണുരുട്ടി. അങ്ങനെ മാത്രം ഒരു ബന്ധമാണോ നമ്മളൊക്കെ തമ്മിൽ? എത്ര വലിയ ബന്ധമായാലും നമ്മൾ നിൽക്കേണ്ടടുത്ത് തന്നെ നമ്മൾ നിൽക്കണം. അതെനിക്ക് മനസ്സിലായി. എന്തായാലും ഇനിയൊരു ദിവസം വരാം. ആൻറ്റി, ഞങ്ങൾ അമ്മയുടെ കൂടെ ഇറങ്ങുക. അമ്മയോടൊപ്പം നിന്നിട്ട് ഒരുപാട് ദിവസമായില്ലേ? പ്രിയ പറഞ്ഞതും അമ്മ അത് കേട്ട് ചിരിച്ചു. പ്രിയം കാവ്യ ഇറങ്ങാനായപ്പോഴാണ് ലച്ചു റൂമിൽ നിന്ന് ഇറങ്ങി വന്ന്.
ലച്ചേച്ചി ഞങ്ങൾ വീട്ടിലേക്ക് പോവാ, കുറച്ച് ദിവസം കഴിഞ്ഞ് വരാട്ടോ. കാവ്യ പറഞ്ഞു. ലച്ചു ചിരിച്ചുകൊണ്ട് തലയാട്ടി. നന്ദു എവിടെ പല്ലവി? അവൻ എഴുന്നേറ്റിട്ടില്ല, സുഖമില്ലാത്തല്ലേ, അതുകൊണ്ട് വൈകും. എന്നാ പിന്നെ ശരി, ഞങ്ങൾ ഇറങ്ങുക, അവനോട് പറഞ്ഞേക്ക്. സുമതി അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അയ്യോ പോലെ നിക്ക്. ആര്യ പുറകെ വിളിച്ചൊരു ബാഗും കൊണ്ട് ഇറങ്ങി വരുന്നുണ്ടതും എല്ലാവരും മുകളിലേക്ക് നോക്കി. അമ്മേ ഞാനും കൂടി പൊക്കോട്ടെ? അപ്പൊ ലച്ചുവിടെ ഒറ്റക്കാവില്ലേ? അമ്മയുണ്ടല്ലോ ഇവിടെ, അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നേ. എനിക്കറിയില്ല, നീ അച്ഛനോട് പോയി ചോദിക്ക്. അമ്മ പറഞ്ഞു. ആര്യ റൂമിലേക്ക് ഓടി. ബാഗും തൂക്കി വരുന്ന ആര്യ കണ്ടതും അച്ഛൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. നീ ഇതെവിടേക്കാടി മോളെ? അച്ഛാ ഞാൻ കാവ്യയുടെ കൂടെ പോയിക്കോട്ടെ, 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാം. അത് വേണം മോളെ, ലച്ചൂടെ ഒറ്റക്കാവില് നീ പോയാ? ചേച്ചി സമ്മതിച്ചു, പിന്നെ ഞാൻ വെറുതെ പോകണമെന്നല്ല അച്ഛാ, കാവ്യയും പ്രിയയും ആന്റി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പറഞ്ഞു വഴിയിട്ടിക്കാനാണല്ലോ. ആര്യ പറഞ്ഞു. അച്ഛൻ അത് കേട്ട് ചിരിച്ചു. നിന്റെ ആന്റി മാറിയെന്ന് എനിക്ക് വിശ്വാസമായില്ലല്ലേ? എന്നായിക്കോട്ടെ, പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നേക്കണം. ഇവിടെ നിന്റെ ബഹളല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ മൈ സീറ്റ് അച്ഛാ. അച്ഛന്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ചെന്നു. എല്ലാവരോടും പറഞ്ഞ് ലച്ചുവിനും ഉമ്മയും കൊടുത്ത് അവളും അവർക്കൊപ്പം ഇറങ്ങി. അവർ പോയത് ലച്ചു അമ്മയ്ക്കൊപ്പം അടുക്കളയിലേക്ക് നടന്നു. അമ്മേ അമ്മേ, ആര്യ, ലച്ചു. ആനന്ദ് എല്ലാവരെയും മാറി മാറി വിളിക്കുന്ന സൗണ്ട് കേട്ടതും അമ്മയും ലച്ചും പരസ്പരം സംശയത്തോടെ നോക്കിക്കൊണ്ട് ഹാളിലേക്ക് ചെന്നു. ആനന്ദ് അവിടെ എല്ലാം നോക്കുന്നുണ്ട്. കാര്യം അറിയാൻ 2 പേരും അവനെ നോക്കി. രാധികെ ഞാൻ ഇറങ്ങുവാ. ഗിരി അകത്തേക്ക് വിളിച്ചറിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. എവിടേക്കാ കാലത്തെ ഒരുങ്ങിക്കെട്ടി? ഗിരി ഇറങ്ങുന്ന കണ്ട് ഗൗരി ചോദിച്ചു. അതിന് ഗിരി മറുപടി നൽകാൻ നടക്കാനാഞ്ഞു. ഗൗരി മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. എവിടേക്കാന്ന് പറഞ്ഞിട്ട് പോയാ മതി. അവർ പറഞ്ഞു. ഒരു പുച്ഛം കലർന്ന ഭാഗത്തിൽ ഗിരി പറഞ്ഞു. ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം, നെഞ്ചിനൊരു വേദന. അതുണ്ടാവും, കയ്യിൽ അടക്കി പിടിച്ചുകൊണ്ട് നടന്ന ആളെ ഇപ്പൊ നഷ്ടമായത്. അപ്പൊ പിന്നെ ഇതൊക്കെ സ്വാഭാവിക. ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. ഇപ്പോഴേ ഇങ്ങനെ വേദനിച്ചാ ബാക്കി കാണാൻ ജീവനോടെ ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നതിലും നല്ല മരണം തന്നെയാ. ഗിരി അത് പറഞ്ഞ് നടന്നു. ഗൗരി പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് തിരിച്ചു കയറി. ഗിരി പോകുന്ന ഒരു ചിരിയോടെ വീടിന്റെ മുകളിൽ നിന്ന് കാർത്തിക് കാണുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഇവിടേക്ക് തിരിച്ചു വിടണമെങ്കിൽ ഞാൻ മനസ്സുവെക്കേണ്ടി വരും. ഓൾ ദി ബെസ്റ്റ്. ഒരു ചിരിയോടെ അവനത് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി. രാധികയുടെ റൂമിലേക്ക് എത്തി നോക്കി. അവർ തുണി മടക്കി വെക്കുന്നുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് അടയിൽ ചെന്നു. കാലത്ത് തന്നെ കെട്ടിയാൻ പോയത് മോളെ കാണാനായിരിക്കും അല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രാധിക ഒന്ന് പതറി. അയ്യോ അതേ ഹോസ്പിറ്റലിൽ പോയതാ, തീരെ വയ്യ. രാധിക അതും പറഞ്ഞ് മുഖം തിരിച്ചു. ഇനിയെന്നും ഹോസ്പിറ്റൽ വാസം ആയിരിക്കും ഇങ്ങനെയാണെങ്കിൽ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാധിക അവനെ ദേഷ്യത്തിൽ നോക്കി. ഞാനങ്ങ് ഉരുകിപ്പോയി ഈ നോട്ടത്തില്. ഇതൊക്കെ കണ്ട് പേടിച്ചേൽക്കാൻ ഞാൻ നിങ്ങളുടെ പഴയ കാർത്തികളെന്ന് ഓർമ്മയാണോ? ഇനി അച്ഛനും മോൾക്കും അമ്മയ്ക്കും ഒന്നിച്ച് സൗകര്യം പോലെ താമസിക്കാൻ കേട്ടോ, അതെന്റെ ദയയില്. അവൻ പറഞ്ഞതും രാധിക ദേഷ്യത്തിൽ ഒന്നും പറയാനാവാൻ നിന്നു. അല്ലെങ്കിലും ആരും മോഹിക്കുന്ന ഒരു ചരക്കാവള്, അതുകൊണ്ടല്ലേ ഇപ്പൊ വേറൊരുത്തം കൊണ്ടടക്കുന്നത്. അങ്ങനെ എത്ര പേരുണ്ടെന്ന് ആർക്കും അറിയാം. നിർത്തടാ, എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയാറുണ്ടല്ലോ. രാധിക ദേഷ്യത്തിൽ പറഞ്ഞു. അമ്മയെ സഹോദരൻ തിരിച്ചറിയാൻ കഴിയാത്ത നായേ, എന്ത് ധൈര്യത്തിലാടാ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ്? നീ ഒരാണാണോടാ സത്യത്തില്? എന്റെ മോള് നിൽക്കുന്ന അന്തസ്സും നട്ടയിലുള്ള ഒരാണിന്റെ കൂടെയാ, അല്ലാതെ നിന്നെ പോലെ 2 കെട്ടവന്റെ കൂടെയല്ല. നാട് നീളെ പൊറുക്കാൻ നടക്കുന്ന ആരാണെന്ന് എനിക്കറിയാം. നിന്റെ സ്വഭാവം എന്റെ മോളുടെ മേൽ വെക്കാൻ നോക്കിയാലുണ്ടല്ലോ, വെട്ടിയെടുക്കും ഞാൻ നിന്റെ നാവ്. നിന്നെ പോലെ ക്രൂരനും വൃത്തിയിട്ടേനല്ല അവൻ. പെണ്ണിനെ എങ്ങനെ കാണണമെന്ന് അവൾക്ക് കൊടുക്കേണ്ട മര്യാദ അവനറിയാം. അല്ലാതെ നിന്നെ പോലെ കാമ നിൽക്കാൻ ഒരു വസ്തുവാണ് പെണ്ണെന്ന് പറഞ്ഞ് നടക്കുന്നവനല്ല. ഇനി എന്റെ മോളെ അവനെ കുറിച്ച് ഒരു അക്ഷരം നീ മിണ്ടിയ കൊല്ലാനും മടിക്കില്ല ഞാൻ. രാധിക പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പറഞ്ഞു. കാർത്തിക ദേഷ്യത്തിൽ അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അവർ വേദന കൊണ്ട് പിടഞ്ഞു. നേതാളെ, ഇപ്പൊ ഈ അടിച്ചാടിക്കാൻ അനുഭവിക്കാൻ തയ്യാറായിരുന്നോ നിങ്ങള്? ഇവിടെ നിന്ന് പോയ നിന്റെ കെട്ടിയോൻ ഇനി ജീവനോടെ തിരിച്ചു വരില്ല. നിന്റെ മോള് മാനവും ജീവിതം നഷ്ടപ്പെട്ട് ഭ്രാന്തിയായിട്ട് തെരുവിലൂടെ നടക്കുന്ന ഞാൻ കാണിച്ചു തരാം, കാത്തിരുന്നോ നീ. കഴുത്തിൽ പിടിമുറുക്കി പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു. രാധിക ശ്വാസം എടുക്കാൻ പാടുവിട്ട് ഒരു ഞെട്ടലോടെ അവനെ നോക്കി. ടേബിളിരുന്ന് അവരുടെ ഫോൺ തറയിലെറിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയതും രാധിക ഞെട്ടിൽ തന്നെയായിരുന്നു. എല്ലാം ഓർത്തെടുത്ത് അവർ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തറയിലേക്ക് ഊർന്നിരുന്നു. മോനെ കാർത്തി, നീ തെറ്റിക്കട കാണിക്കുന്നേ. സാധനങ്ങൾ വാരി വലിച്ചെറിയുന്ന കാർത്തികിനെ കണ്ട് ഗൗരി ഓടി വന്നു. അവരെയും തള്ളി മാറ്റിയവൻ അവന്റെ ദേഷ്യം തീർക്കുകയായിരുന്നു. കാർത്തി! ശങ്കർ ഉറച്ച സ്വരത്തിൽ വിളിച്ചവും അവനെ അയാൾ തിരിഞ്ഞു നോക്കി. നീ ഇതെന്താടാ ഈ കാണിക്കുന്നത്? ഇതൊക്കെ തല്ലി തർക്കുന്നത് എന്തിനാന്ന്? ശങ്കർ അത് ചോദിച്ച് അവന്റെ അടുത്തേക്ക് വന്നു. അടികൊണ്ട് കവിളിൽ തടവി കാർക്കിച്ച് തുപ്പിക്കൊണ്ട് അവനെ അയാളെ നോക്കി. ആ തള്ളേനെ അടിച്ചു, അവന്റെ മോളെ പറഞ്ഞതിന്. രാധികയോ? അവർക്ക് അത്രക്ക് ധൈര്യോ? ഗൗരി അതും പറഞ്ഞ അകത്തേക്ക് പോകാൻ പോയതും അവൻ തടഞ്ഞു. വേണ്ട, ആർക്കുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കുന്ന അവിടെ ശരീരത്തിനല്ല, മനസ്സിനാ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ദിവസം കഴിയുന്തോറും രണ്ടിനും ധൈര്യം കൂടിക്കൊണ്ടിരിക്കുക. അതിന് തടയണം എനിക്കറിയാം. അച്ഛൻ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. എത്രയും വേഗം മുറ്റത്ത് കല്യാണ ഒരുക്കങ്ങൾ നടക്കണം. കഴിഞ്ഞ ഇന്ന് തന്നെ. കാർത്തിക് മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ട് പറഞ്ഞു. എടാ അപ്പൊ അവളിവിടെ എത്തും. അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. അതിനെന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നത്തോടെ അവിടെ അഴിഞ്ഞാട്ടം ഞാൻ അവസാനിപ്പിക്കും.
അവൾക്ക് മാത്രമല്ല അവനും കൂടിയുള്ളത്. എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? അച്ഛനെ ഇവിടുത്തെ ഒരുക്കങ്ങൾ നോക്കിയാൽ മതി, വേണ്ട ഞാൻ ചെയ്തോളാം. ആ സ്ത്രീ ആരെയും കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ അമ്മ നോക്കണം. ഞാനൊന്ന് പുറത്തു പോവാ. കാർത്തിക് അത് പറഞ്ഞിറങ്ങിയതും ശങ്കറും ഗൗരിയും പറഞ്ഞ പോലെ ഒരുക്കങ്ങൾ തുടങ്ങി. എന്താടാ, എന്തിനാ കിടന്ന് വിളിക്കുന്നേ? ആനന്ദിന്റെ ഓട്ടം കണ്ട അമ്മ ചോദിച്ചു. ലച്ചൂടെ ഉണ്ടായിരുന്നോ? അവർക്ക് എവിടെ? ആരാ? അവര് സുമതിയുടെ കൂടെ പോയി. നീ എന്തിനാ അവരെ തിരക്കുന്നേടാ? അവര് പോയെന്നോ? ആരോട് ചോദിച്ചിട്ട്? എന്നോട് ചോദിക്കാൻ എന്തിനാ അവർ പറഞ്ഞിട്ട്? ആനന്ദ് ദേഷ്യത്തിൽ ചോദിച്ചു. കാവ്യയും പ്രിയ അവരുടെ അമ്മയുടെ കൂടെ അല്ലേ പോയത്? അവർക്കൊപ്പം നിൽക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അച്ഛനോട് ചോദിച്ച ആരെയും പോയി. അതിൽ നിന്നോടെന്താ ചോദിക്കാൻ? അമ്മതേ ഒന്നും അറിയാത്തപ്പോൾ സംസാരിക്കരുത്. എന്തിനാ അവർ പറഞ്ഞിട്ടെന്ന്? നിനക്കിത് എന്താടാ പറ്റിയത്? നീ എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്നത്? അവന്റെ ഭാവം കണ്ട് ഒന്നും മനസ്സിലാവാതെ അമ്മ ചോദിച്ചു. അത് കേട്ടത് എന്തോ ഓർമ്മ എന്ന പോലെ അവൻ പെട്ടെന്ന് ലച്ചുവിനെ നോക്കി. എന്തോ പ്രശ്നമുണ്ട്, ഏട്ടൻ എന്തോ മറക്കുന്നുണ്ട്. ഇങ്ങനെ ദേഷ്യം വരാൻ മാത്രം എന്താ പ്രശ്നം? അവൾ മനസ്സിലാലോചിച്ചു. ഞാൻ പോയി അവർ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാം. അവൻ അതും പറഞ്ഞ് ഇറങ്ങാൻ പോയത് അമ്മ തടഞ്ഞു. എന്തിന്? വേണ്ട, 2 ദിവസം കഴിയുമ്പോൾ അവരിങ്ങ് വരും. നീ എവിടേക്കും പോകുന്നില്ല. ആദ്യം എന്താ പ്രശ്നം എന്ന് പറയടാ. ഏട്ടൻ എന്തൊക്കെയാ മറക്കുന്നുണ്ടമ്മേ? ഇന്നലെ മുതൽ ഇങ്ങനെയാ. ഞാനെന്ത് മറക്കാൻ? പിന്നെ നിന്റെ ഏട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയേട്ടാ. ലച്ചു ചോദിച്ചു. അവൻ എന്ത് പറയണമെന്ന് അറിയാൻ നിന്നു. അത് പിന്നെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് പറയും മുമ്പ് എന്തോന്നാലും നീ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് വാക്ക് തരണം. അവൻ ചോദിച്ചു. കാര്യം മനസ്സിലാവാൻ ലച്ചു അമ്മയെ നോക്കി. കാര്യം തെളിച്ചു പറയടാ. ഇങ്ങനെ അവിടെ ഇവിടെ തൊടാ പറഞ്ഞ ഇവൾക്ക് എങ്ങനെ മനസ്സിലാവാനാ? അതിനമ്മ കാര്യം സീരിയസാ. അത് ഇവളോട് പറഞ്ഞ ഇവളെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് സത്യം ചെയ്ത് തരണം ഇവിടെ. ഞാൻ പറയുന്നിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവിടെ നിന്ന് പോയില്ല എന്ന്. ഏട്ടാ അത് കാര്യം പറയും. ഇല്ല, നീ ആദ്യം സത്യം ചെയ്യേ. അവളെ എവിടേക്കും പോയില്ലടാ. നീ സത്യം ചെയ്ത് കൊടുക്കും മോളെ. അമ്മ പറഞ്ഞ അവൾ സത്യം ചെയ്ത് കൊടുത്തു. ഇനിയെങ്കിലും ഒന്ന് പറയടാ, മനുഷ്യനിട്ട് ടെൻഷനാക്കാണ്ട്. അമ്മ ചോദിച്ചോ. ആനന്ദ് എല്ലാവരോടും പറഞ്ഞു. അത് കേട്ടത് അമ്മയിൽ വെച്ചു ഞെട്ടി. എന്റെ ദൈവമേ, എന്റെ മക്കള്. അമ്മ നെഞ്ചിൽ കൈവച്ചു. അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ സൂക്ഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ തോത്ത് ടെൻഷൻ അടിക്കണ്ട. അവൻ പറഞ്ഞിട്ടും ലച്ചു അത് കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു. ഞാൻ അച്ഛനോട് പറയട്ടെ? അമ്മ അതും പറഞ്ഞ് റൂമിലേക്ക് പോയതും ആനന്ദ് ലച്ചുവിന്റെ അടുത്തേക്ക് വന്ന് എന്തോ പറയാൻ പോയതും അവന്റെ ഫോൺ റിങ് ചെയ്തു. സൗണ്ട് കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ആനന്ദ് ഫോൺ എടുത്തും ലച്ചു അവന്റെ മുഖത്തെ ഭാവങ്ങൾ വീക്ഷിക്കുകയായിരുന്നു. എന്താ ഏട്ടാ? അവന് ടെൻഷൻ കണ്ടതും ലച്ചു അവന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. എന്താടാ മോനെ, ഇവളെന്തൊക്കെയായി പറയുന്നത്? അച്ഛൻ അവന്റെ അടുത്തേക്ക് വന്നു. എനിക്കറിയില്ല അച്ഛാ, എല്ലാം കൊണ്ട് പ്രശ്നമാണ്. അമ്മയെന്ന് ആന്റി വിളിച്ച് അവർ കൂടെ ഉണ്ടോ ചോദിച്ചേ. ഞാൻ ആദ്യം ഒന്ന് വിളിക്കട്ടെ. അതും പറഞ്ഞ അവൻ പുറത്തേക്ക് ഇറങ്ങി ലച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. എടാ ആദി, നീ എത്രയുമായി വീട്ടിലേക്ക് വാ. ആനന്ദ് ആദ്യം വിളിച്ച് പറഞ്ഞു. എന്താടാ, എന്തു പറ്റി? ആർക്കെങ്കിലും എന്തെങ്കിലും? അതല്ലടാ, ഒരു പ്രശ്നമുണ്ട്. ആന്റി രാവിലെ തന്നെ പ്രിയയും കാവ്യ ആരെയും കൊണ്ടുപോയി. അവർ പോകുന്നത് ഞാൻ അറിഞ്ഞില്ലടാ. ഈ അവസ്ഥയിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. ഇപ്പൊ വരാം, ഞാൻ ഇറങ്ങുന്നു. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഉണ്ടടാ, നീ വാ, എന്നിട്ട് പറയാം. ആനന്ദ് പറഞ്ഞു. ആദ്യം നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. നന്ദു, അവര് സുമയുടെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞ്. അമ്മ പറഞ്ഞ അവ സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു. ആന്റി ലൈനിലുണ്ടോ? ഉണ്ട്, ദേ. അമ്മ അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ആന്റി, ഞാനാ നന്ദു. ആന്റി വീട്ടിലേക്ക് തിരിച്ചു വാ, എത്രയും പെട്ടെന്ന്. വന്നിട്ടെല്ലാം പറയാം, പ്ലീസ്. എടാ മോനെ, ഞങ്ങളിവിടെ വീടെത്താറായി. ഇനി തിരിച്ചു വരാൻ പറഞ്ഞാൽ എങ്ങനെയാ? എങ്കിലും ഒരു കാര്യം ചെയ്യാം ആന്റി, വീട്ടിലേക്ക് പോക്കോ. ആരും 3 പേരെ എവിടെയും വിടരുത്. ആന്റി സൂക്ഷിക്കണം. ആരെങ്കിലും വിളിച്ചാലും വന്നാലും പരിചയമില്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കണ്ട. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, ഞങ്ങൾ അവിടേക്ക് വരാം. തൽക്കാലം അവരോട് പറയണ്ട. അവൻ പറഞ്ഞു. സുമതിയെ സമ്മതിച്ച് കോൾ വെച്ചു. ലച്ചു ഇതൊക്കെ കേട്ട് വിഷമത്തിൽ നിൽക്കുകയാണ്. ഏട്ടാ, ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഈ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നെ കിട്ടിയാൽ ചിലപ്പോൾ പ്രശ്നമൊക്കെ തീരും. ലച്ചു പറഞ്ഞു. ആനന്ദ് അവളെ ദേഷ്യത്തിൽ നോക്കി. അതുകൊണ്ട് ലച്ചു ഒന്നും മിണ്ടാൻ മാറിയിരുന്നു. മോളൊന്നും ആലോചിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അമ്മ അത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. ആദിയുടെ കാർ വന്ന് ശബ്ദം കേട്ടത് അവർ പുറത്തേക്ക് ചെന്നു. എന്താടാ, അവർ വിളിച്ചോ? വിളിച്ചു, അവർ ആന്റിയുടെ കൂടെ ഉണ്ട്. നീ വന്നേ. ആനന്ദ് ആവും പറഞ്ഞ് അവനെയും കൊണ്ട് പുറത്തിറങ്ങി. എടാ, ഒരു പ്രശ്നമുണ്ട്. അയാൾ വീണ്ടും വിളിച്ചു. എന്നിട്ട് ലച്ചുവായിട്ടുള്ള വിവാഹം നടക്കാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞ്. കാർത്തിക് അതിനുള്ള മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം കൂടി അയാൾ പറഞ്ഞു. അത് ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. എന്താടാ? ലച്ചുവിന്റെ അച്ഛനെ കാണാനില്ലടാ. ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞ് പോയതാ. കാർത്തികിന് ആൾക്കാർ അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയി എന്ന് അയാൾ പറഞ്ഞ്. ആരെയും കാവ്യയും പ്രിയുമാ അവന്റെ അടുത്ത ലക്ഷ്യം. ഇത്രയും പറഞ്ഞെങ്കിൽ പിന്നെ അവിടെ അച്ഛനെ എവിടെയൊക്കെ കൊണ്ടുപോയതെന്ന് അയാൾക്കറിയില്ലേ. ഇനിയും വിളിക്കുന്ന പറഞ്ഞ് അച്ഛനൊന്നും വരാൻ പാടില്ല. അവന്റെ ഒരു ഉദ്ദേശവും നടക്കരുത്. എന്നിട്ട് ലച്ചു അറിഞ്ഞോ? ഇല്ല, അറിഞ്ഞവൾ പോവും, എനിക്ക് ഉറപ്പാ. തൽക്കാലം അറിയണ്ട, നീ വാ. അച്ഛൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. അഭിനച്ച അച്ഛൻ ചോദിച്ചതും ആനന്ദ് കാര്യത്തോട് പറഞ്ഞു. ലച്ചു ഇത് അറിയരുത്. അവിടെ അച്ഛനെ കാണാനില്ലെന്നറിഞ്ഞാൽ അവൾ വെറുതെ ഇരിക്കില്ല. എവിടെയെങ്കിലും പോയി അന്വേഷിക്കണ്ടടാ. പോണം, ഞങ്ങൾ ഇറങ്ങാൻ പോവാ. എന്നാ പിന്നെ ഞാനും വരാം, നിക്ക്. അച്ഛൻ അതും പറഞ്ഞ അകത്തേക്ക് ഡ്രസ്സ് മാറി വന്നു. എവിടെ പോവാ നിങ്ങൾ 3 കൂടി? ഞങ്ങളിപ്പോ വരാം, നീ അവളെയും കൊണ്ട് അകത്തേക്ക് പോയിക്കോ. അച്ഛൻ പറഞ്ഞു. ലച്ചു കാര്യം എന്താണെന്നറിയാതെ സമാധാനമില്ലാതെ പൂജാമുറിയിലേക്ക് നടന്നു.
അമ്മ അത് കണ്ട് അച്ഛനോട് പറഞ്ഞ അകത്തേക്ക് ചെന്നു. എൻ്റെ ദേവി, വീണ്ടും നീ പരീക്ഷിക്കുകയാണോ എന്നെ? മതിയായില്ലേ നിനക്കിങ്ങനെ പരീക്ഷിച്ച്? എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എന്നെ സ്നേഹിക്കുന്നവർക്ക് ആർക്കൊന്നും സംഭവിക്കരുത്. അവൾ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒന്നും ഉണ്ടാവില്ല മോളെ, നീ വെറുതെ ടെൻഷൻ ആവേണ്ട. അമ്മ അവളെ ആശ്വസിപ്പിച്ചു. എന്താണ് നിന്റെ പ്ലാന്? സന്ദീപ് ചോദിച്ചു. കാർത്തിക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ആദ്യത്തെ പ്ലാൻ സക്സസ് ആയി കഴിഞ്ഞു. ആദ്യത്തെ പ്ലാനോ? അപ്പൊ ഇനിയുണ്ടോ ബാക്കി? എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അച്ഛനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ഒറ്റക്കുള്ള കളിയാ. ആ സ്ത്രീക്കുള്ള ആദ്യത്തെ ശിക്ഷ. ആർക്ക്? സന്ദീപ് കാര്യറിയാ ചോദിച്ചു. അവളുടെ അമ്മയ്ക്ക്. അവരിന്ന് തന്നെ അടിച്ചു. അവനെ അവരുടെ മോള് അഴിഞ്ഞാടി നടക്കുന്ന ഞാൻ പറഞ്ഞപ്പോ അവർക്ക് പിടിച്ചില്ല അത്രേ. അവരെന്നെ അടിച്ചു. അതിന് അവർക്കുള്ള ശിക്ഷയായത്. വൈകി സംഭവിക്കേണ്ട അവർ കാരണം നേരത്തെയാക്കിയെന്ന് മാത്രം. അവരുടെ കെട്ടിയവനിപ്പോൾ എൻ്റെ കയ്യിലാടാ. അയാൾ ഇനി ജീവനോടെ വരണോ ശവമായിട്ട് വരണോ എന്ന് ഞാൻ തീരുമാനിക്കും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.